നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നവീകരണം പൂർത്തീകരിച്ച കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. അവിട്ടപ്പള്ളി ചാഴിക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോടാലി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനകീയ സൗഹൃദ സമിതി രൂപീകരിക്കുന്നതിനുള്ള ആദ്യ യോഗം നടത്തി. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നോമ്പുകാല തീർത്ഥാടനത്തിന് ഭക്തജന തിരക്കേറി. മുരിയാട് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രാണ പാലിയേറ്റീവ് കെയറിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനം കൈമാറി. വാർത്തകൾ വിശദമായി. നവീകരണം പൂർത്തീകരിച്ച കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, 12ാം വാർഡ് അംഗം പ്രജിത് TV, 6ാം വാർഡ് അംഗം CA റെക്സ്, ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N ബിജു ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരള സർക്കാർ സർവീസ് രംഗത്തെ ആയുർവേദ വനിതാ ഡോക്ടർമാരിൽ നിന്ന് 2022, 23, 24 എന്നീ വർഷങ്ങളിൽ വിവിധ മേഖലകളിൽ സുത്യർഹമായ സേവനം പരിഗണിച്ച് നൽകുന്ന ഉജ്ജ്വല പുരസ്കാരത്തിന് തൃശൂർ ജില്ലയിൽ നിന്ന് അർഹയായ കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസിനെ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി മെമന്റോ നൽകി ആദരിച്ചു. കൊടകര പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ 25 ലക്ഷം വകയിരുത്തിയാണ് നവീകരണം പൂർത്തീകരിച്ചത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നവീകരിച്ച OP ബ്ലോക്കിന്റെയും ചുറ്റുമതിൽ നിർമ്മാണത്തിന്റെയും കമാനത്തിന്റെയും എല്ലാം ഉദ്ഘാടനത്തിനായിട്ട് ബഹുമാനപ്പെട്ട കൊടകര ഗ്രാമപഞ്ചായത്ത് ശ്രീമതി അമ്പിളി സോമനെ സാദരം ക്ഷണിച്ചു. കേരളത്തിലെ പഞ്ചായത്തൊക്കെ ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വാർഷിക ബഡ്ജറ്റിലൂടെ നടപ്പാക്കി പോകുന്നത് എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ വികാസത്തെ നാം ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലൊക്കെ ഒരു പഞ്ചായത്തിൽ 15 ലക്ഷവും 20 ലക്ഷം രൂപയാണ് ഒരു വാർഷിക ബഡ്ജറ്റായി ഉപയോഗിക്കുന്നത്. അവിട്ടപ്പള്ളി ചാഴിക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP ജില്ലാ സമിതി അംഗം PG ജയൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം സമിതി അംഗം രതീഷ് ചാഴിക്കാട്, BJP മറ്റത്തൂർ ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ, സുനിൽകുമാർ കാട്ടിക്കുളം, പ്രിയ സഞ്ജീവ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. അവിട്ടപ്പള്ളിയിൽ നിന്ന് ചെമ്പൂച്ചിറ, നൂലുവള്ളി പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന റോഡ് പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം യാത്ര ദുരിതം നേരിട്ട് വരികയാണ്. കോടാലി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനകീയ സൗഹൃദ സമിതി രൂപീകരിക്കുന്നതിനുള്ള ആദ്യ യോഗം നടത്തി. പുതുക്കാട് MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, കോടാലി സബ് രജിസ്ട്രാർ ബെന്നിച്ചൻ, വാർഡ് മെമ്പർ ഷൈനി ബാബു എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ആധാരമെഴുത്ത് പ്രതിനിധികളും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും പങ്കെടുത്തു. MLA അധ്യക്ഷനായും സബ് രജിസ്ട്രാർ കൺവീനറായും ജനകീയ സൗഹൃദ സമിതി രൂപീകരിച്ചു. ഒരു ജനകീയ സമിതി നമ്മളിവിടെ ഇപ്പോൾ രൂപീകരിക്കുകയാണ്. നമ്മുടെ രജിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ സേവനങ്ങളും സമയബന്ധിതമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലെന്തെങ്കിലും കുറവുകളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് ജനകീയ സമിതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അതിനെ പരിഹരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പൊ നമുക്കറിയാം, വില്ലേജിൽ ഒരുപോലെ ജനകീയ സമിതി ഉണ്ട്. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നോമ്പുകാല തീർത്ഥാടനത്തിന് ഭക്തജന തിരക്കേറി. 3 ആഴ്ചകൾ പിന്നിടുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ജനബാഹുല്യം അനുഭവപ്പെടുന്നതായി തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് പറഞ്ഞു. തീർത്ഥാടകർക്കായുള്ള പാർക്കിംഗ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കിയതായി ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ അറിയിച്ചു. രാത്രി 11 മണിവരെ കുരിശുമുടിയിൽ വൈദ്യുതി വിളക്കിന്റെ സൗകര്യം ഉണ്ടായിരിക്കും.
ഏപ്രിൽ 13 ഓശാന ഞായറാഴ്ച മഹാതീർത്ഥാടനം, വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കുരിശുമല കയറ്റം എന്നിവയുണ്ടാകും. വൈകിട്ട് 7 കുരിശുമുടിയിലെ കുർബാനയ്ക്ക് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികനാകും. തീർത്ഥാടന നാളുകളിൽ വൈകിട്ട് 7 മുതൽ രാത്രി 11 വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ 8 മുതൽ 11 വരെയും തീർത്ഥാടകർക്ക് നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കുമെന്ന് PRO ഷോജൻ ഡിവിദേയത്തിൽ അറിയിച്ചു. ഏപ്രിൽ 27 മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാളോടെ തീർത്ഥാടനം സമാപിക്കും. മുരിയാട് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രാണ പാലിയേറ്റീവ് കെയറിന് സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനം കൈമാറി. മുരിയാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ സൌത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയൻ ഹെഡ് റാണി സക്രിയാസ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിന് താക്കോൽ കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, ഭരണസമിതി അംഗങ്ങളായ തോമസ് തൊഗലത്ത്, മണി സജയൻ, സേവർ ആളൂക്കാരൻ, നികിത അനൂപ്, നിജി വത്സൻ, ശ്രീജിത്ത് പട്ടത്ത്, നിത അർജുനൻ, ആനന്ദപുരം ആരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് ഡോക്ടർ ശ്രീവത്സൻ, ഡോക്ടർ അനൂപ്, ഡോക്ടർ ജോൺസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോഷി PB, ഹെൽത്ത് ഇൻസ്പെക്ടർ അജീഷ് എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ അൻസ എബ്രഹാം, CDS ചെയർപേഴ്സൺ സുനിത രവി എന്നിവരും പങ്കെടുത്തു. തദ്ദേശ ഗവൺമെന്റുകളെ പോലെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ആരോഗ്യ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചായത്തിലടക്കം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതിന്റെ താക്കോൽദാന കർമ്മവും വണ്ടിയുടെ ഫ്ലാഗ് ഓഫും ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഭാഗമായി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ, ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നാം സംഘടിപ്പിച്ചു വരികയാണ്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രി, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം, ഫോറസ്റ്റ് വകുപ്പ്, സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമി എന്നിവരുമായി സഹകരിച്ച് ലോക വദനാരോഗ്യ ദിനാചരണം TB 100 ദിന കർമ്മ പരിപാടിയുടെ സമാപനവും അതിരപ്പള്ളി പഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം എന്നിവയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. പുളിയിലപ്പാറയിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റിജേഷ് KK ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ഷാൻഡി ജോസഫ് അധ്യക്ഷയായി. ഡോക്ടർ ജീൻ അഗസ്റ്റിൻ, ഡോക്ടർ സുനിത മത്തായി, വനസംരക്ഷണ സമിതി സെക്രട്ടറി ഡോക്ടർ അരുൺ, ഡോക്ടർ ക്രിസ്റ്റി ആന്റണി, ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത് ഗോപിനാഥ്, ചാലക്കുടി താലൂക്ക് ആശുപത്രി PRO സോണിയ ജെയിംസ് എന്നിവർ സംസാരിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുൻപായി നാടിന് സമർപ്പിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും റവന്യൂ മന്ത്രി K രാജനും അറിയിച്ചു. പാർക്കിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു ഇരുവരും. യോഗത്തിനുശേഷം മന്ത്രിതല സംഘം സുവോളജി പാർക്ക് സന്ദർശിച്ചു. കിഫ്ബി CEO KM എബ്രഹാമും യോഗത്തിൽ പങ്കെടുത്തു. മെയ് മാസത്തിൽ തന്നെ സിവിൽ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാൻ വനേതര ആവശ്യങ്ങൾക്കുള്ള ഭൂമിയിൽ AI, വെർച്വൽ റിയാലിറ്റി പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് പരിഗണനയിലുണ്ട്. മുഖ്യ ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി നിർമ്മാണ പുരോഗതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തി. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കിഫ്ബി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് വനം മന്ത്രി പറഞ്ഞു. മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏപ്രിലിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃഗശാല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മൃഗങ്ങളെ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഓഗസ്റ്റിന് മുൻപായി പൂർത്തീകരിക്കും. പാർക്കിലേക്കുള്ള റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. റോഡരികിലുള്ള മരം മാറ്റുന്നതും വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും മാറ്റുന്നതും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അടുത്തയാഴ്ച ആരംഭിക്കും. കൃത്യമായ ടൈം ലൈനിൽ ജോലികൾ പൂർത്തിയാക്കും. 269 കോടി രൂപയാണ് ആദ്യഘട്ട നിർമ്മാണത്തിനായി അനുവദിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലായി ഇത് 333 കോടി രൂപയായി ഉയർന്നു. പാർക്കിനു ചുറ്റും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും ജനങ്ങൾക്ക് ഓൺലൈൻ സർവീസുകൾ നൽകുന്നതിനും അധിക തുക വേണ്ടിവരുമെന്ന സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ് യോഗത്തെ അറിയിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പരിശീലനം പൂർത്തിയാക്കിയ 13 അനിമൽ കീപ്പർമാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പരിശീലനത്തിനിടെ മരണമടഞ്ഞ അമൽദേവിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ P പുകഴേന്തി, സെൻട്രൽ സർക്കിൾ CCF ഡോക്ടർ R ആടലശൻ,
DFO രവികുമാർ മീണ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ KK സുനിൽകുമാർ, BN നാഗരാജു, CPWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മധുസൂദനൻ റാവു, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വന്യമൃഗ സങ്കേതങ്ങളെ കാണാനും അവർക്ക് കഴിയും. അതുപോലെ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഉള്ളതുപോലുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ചില നടപടികളും ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി മൃഗങ്ങളെ എത്തിക്കേണ്ടതും അതിനെ കൂട്ടിയോജിപ്പിക്കേണ്ടതുമായിട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കും മഴയുണ്ടായാൽ പോലും പിന്നത്തെ മാസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. സുവോളജിക്കൽ പാർക്കിലേക്ക് ഈ പറയുന്ന വിധത്തിൽ ആളുകൾ എത്തിച്ചേരുന്നതിൻ്റെ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡും പാലവും ഇതിൻ്റെ ഭാഗമായി ചർച്ചയ്ക്ക് വിധേയമായി പാലത്തിൻ്റെ പണി മെയ് മാസത്തിൽ തന്നെ പൂർത്തീകരിക്കും എന്ന ഹാരിസൺ മലയാളം തോട്ടം മേഖലയിലെ കലാസാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന അന്തരിച്ച കരിമ്പനക്കൽ അബ്ദുൾ അസീസ് അനുസ്മരണ യോഗം നടത്തി. എലിക്കോട് പ്രോഗ്രസ് ക്ലബിന് സമീപം നടന്ന യോഗത്തിൽ ശശി ആര്യാടൻ അധ്യക്ഷനായി. മുപ്ലി എസ്റ്റേറ്റ് മാനേജർ അരവിന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫീൽഡ് ഓഫീസർ ബീൻസ്, KK രവി, അനൂപ് MS, വാസുദേവൻ, മുഹമ്മദ് ബാബു, അശോകൻ എന്നിവർ സംസാരിച്ചു. വളരെ നല്ല പരിപാടി. രാവിലെ ഫുൾ കഴിഞ്ഞ് വരുന്നു, ക്ലബ്ബ് തുറന്ന് അടിച്ചുവാരി അവിടെ ചെരുപ്പിട്ടൊന്നും ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അത്രയും നന്നായിട്ട് നോക്കിയിരുന്ന ഒരാളാണ് അസിത ഓർമ്മകൾ. ഈ ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ എലിക്കോടുണ്ടായിരുന്ന എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ ആയിരുന്നു അസി. എന്തായാലും അസിക്ക് ഇങ്ങനെ നമ്മുടെ അവൻ നമുക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനത്തിൽ വീട്ടുജോലിക്കാരിയെ വീട്ടുകുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തനോളി ചേർപ്പുകാരൻ 59 വയസ്സുള്ള മല്ലികയെയാണ് കോടാലി കുട്ടിയമ്പലത്ത് താൻ ജോലി ചെയ്യുന്ന വീട്ടിലെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ജോലിക്കെത്തിയ ഇവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൈകിട്ട് 5:30 മണിയോടെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അശോകൻ, മകൾ മഞ്ജു, മരുമകൻ സന്തോഷ്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം സംസ്കരിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. നവീകരണം പൂർത്തീകരിച്ച കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. അവിട്ടപ്പള്ളി ചാഴിക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോടാലി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനകീയ സൗഹൃദ സമിതി രൂപീകരിക്കുന്നതിനുള്ള ആദ്യ യോഗം നടത്തി. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നോമ്പുകാല തീർത്ഥാടനത്തിന് ഭക്തജന തിരക്കേറി. മുരിയാട് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രാണ പാലിയേറ്റീവ് കെയറിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനം കൈമാറി.
ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.